ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിലെ ഉരുളക്കിഴങ്ങ് വിളവെടുക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ആകാംക്ഷയോടെയാണ് കേട്ടോ ഈ മണ്ണൊക്കെ മാറ്റി ഇങ്ങനെ നോക്കുന്നത്. കാരണം ഈ ചെടിയുടെ ഇങ്ങനെ മുകളിൽ കാണുന്ന വളർച്ച പോലെ അല്ലല്ലോ മണ്ണിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ എത്രത്തോളം ഉരുളക്കിഴങ്ങ് കിട്ടുമെന്നറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയൊക്കെയാണ്. നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ കൃഷി ചെയ്യുമ്പോഴേക്കും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത നല്ല സാധനം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴേക്കും നമുക്ക് നല്ല വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ടും പറ്റും. പിന്നെ കൃഷിയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടും പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇങ്ങനെ മുളപ്പിച്ച് വെക്കുമായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുളച്ച് വന്നപ്പോഴേക്കും അതിനെ ഇങ്ങനെ മുറിച്ചിട്ട് ഓരോരോ പീസാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മണ്ണിലിങ്ങനെ നന്നായിട്ട് തടം പോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ നട്ട് വെക്കുമായിരുന്നേ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3 മാസം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മാസം മതിയാവും ഇത് ശരിക്കും വളർന്നു വരാനായിട്ടേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ ഉണങ്ങിപ്പോയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇലയെല്ലാം ഉണങ്ങി ഇങ്ങനെ ഇത് കണ്ട് ഈ ഉണങ്ങി കിടക്കുന്നുണ്ട്, അത് അതിൻ്റെ ഉണങ്ങി പോയതാണേ. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പറിക്കാറായോ എന്ന് ഓർത്ത് ഇങ്ങനെ വിളവെടുക്കാറായിട്ടുണ്ടോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് വിളവെടുക്കാമെന്ന് ഓർത്ത് നമ്മളിങ്ങനെ വിളവെടുത്തതാണേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 കിലോയോളം ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് അത്ര ഒന്നും കിട്ടിയിട്ടില്ല, നമ്മൾ കുറച്ചേ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ്ട് ഒരു കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടേ. ആദ്യമൊക്കെ കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. അപ്പം ഇത്തവണ ചെറുതാണോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം വിളവെടുത്ത് വന്നപ്പം നല്ല വലുതായിട്ടുള്ളത് കിട്ടി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ഒരു സെറ്റ് ഇങ്ങനെ നട്ടു വെച്ചത്, ഇതല്ലാതെ നമ്മൾ അപ്പുറത്ത് വേറെ ഒരു സെറ്റ് കൂടെ നട്ടു വെച്ചിട്ടുണ്ട്. അതപ്പോൾ വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കഴിയാറാകുമ്പോഴത്തേക്കും അത് വിളവെടുക്കാറാകും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ നട്ടു വെച്ചേക്കുന്നത്. ഈ മണ്ണ് മാറ്റുമ്പോഴേക്കും ഇങ്ങനെ തൂമ്പായം കൊണ്ടൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴേക്കും അത് മുറിഞ്ഞു പോവാതെ നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തൂമ്പായം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി ഇങ്ങനെ എടുത്തിട്ട് ബാക്കി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കയ്യിലോട്ട് കിട്ടും. കണ്ടോ, അതുപോലെ എടുക്കുവാണേ. അതാകുമ്പോൾ ഉരുളക്കിഴങ്ങിന് വേറെ എന്തെങ്കിലും പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നോക്കുക, നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ ഇതൊന്നും കഴുകി വെക്കരുത് കേട്ടോ. ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോയിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്ത് മാറ്റി വെക്കുന്നത് നല്ലതേ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അങ്ങനെ മണ്ണൊന്നുമില്ല, നമ്മളിതിങ്ങനെ കഴുകത്തൊന്നുമില്ല, അങ്ങനെ ചുമ്മാ എടുത്ത് വെച്ചാൽ മതി. കഴുകിക്കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കായി പോകുവേ. അപ്പോൾ കുറേ നാളൊന്നും അതിങ്ങനെ ഇരിക്കത്തില്ല, പെട്ടെന്ന് അഴുക്കായി പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തുള്ള മണ്ണൊക്കെ ചെറുതായിട്ടുള്ളത് മാറ്റിയിട്ട് നമ്മൾ എടുത്ത് വെക്കത്തേ ഉള്ളൂ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഉണ്ടാകുമല്ലോ. ഇതങ്ങനെ പെട്ടെന്ന് കേടായി പോകത്തില്ലല്ലോ, മറ്റു പച്ചക്കറി പോലെ ഉരുളക്കിഴങ്ങ് അങ്ങനെ കേടായി പോകത്തില്ലല്ലോ. അപ്പോൾ നമ്മളിതങ്ങനെ എടുത്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് കുറേ ദിവസത്തേന് തോരനും മെഴുക്കുവരട്ടിയും സാമ്പാറിലിടാനും അവിയലിടാനും അങ്ങനെ പിന്നെ ചാറ് വെക്കാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.